ഇറാന്റെ മിസൈൽ ഭീഷണി നിലനിൽക്കെ യുഎസിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ നിർണായക ഭാഗമായ മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡ് ഇസ്രായേലിന് കൈമാറി അമേരിക്ക. കഴിഞ്ഞ ദിവസം താഡ് ഇസ്രായേലിൽ എത്തിയതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം യുഎസ് വ്യോമസേന ഗതാഗത വിമാനമായ C-5M സൂപ്പർ ഗാലക്സി തെക്കൻ ഇസ്രായേലിലെ നവാറ്റിം എയർബേസിൽ എത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. താഡ് അഥവാ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം എന്നാണ് താഡ് അറിയപ്പെടുന്നത്. അമേരിക്ക ഇസ്രായേലിന് താഡ് കൈമാറുന്നത് ഇത് ആദ്യമായിട്ടല്ല. ഏകദേശം 100 യുഎസ് സൈനികരെയാണ് താഡ് പ്രവർത്തിപ്പിക്കുവാൻ വിന്യസിച്ചിരിക്കുന്നത്. 150 മുതൽ 200 കിലോമീറ്റർ പരിധിയിലുള്ള മിസൈലുകളെ പ്രതിരോധിക്കുവാൻ താഡിന് സാധിക്കും. കഴിഞ്ഞ ആഴ്ചകളിൽ യമനിലെ ഹൂതികൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ട നിരവധി മിസൈലുകൾ തടയുവാൻ താഡ് സഹായകരമായിരുന്നു. അതിനിടെ കഴിഞ്ഞയാഴ്ചയാണ് യുഎസ് ആക്രമണത്തിൽ യമനിലെ ഹൂതികളുടെ ഉന്നത മിസൈൽ വിദഗ്ധരെ വധിച്ചതായി വൈറ്റ് ഹൗസ് അറിയിച്ചത്. അതേസമയം ഇയാളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ മാസം 15-ന് നടത്തിയ ആക്രമണത്തിൽ ഹൂതി ഉന്നതരെ വധിച്ചെന്ന് യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് കഴിഞ്ഞ ദിവസം TV അഭിമുഖത്തിലൂടെ പങ്കുവച്ചിരുന്നു. ഇറാൻ പിന്തുണയുള്ള ഹൂതികളെ ലക്ഷ്യമിട്ട് യമനിൽ 2 ആഴ്ചയിലേറെയായി കനത്ത വ്യോമാക്രമണമാണ് യുഎസ് സൈന്യം നടത്തുന്നത്.